കഴിയും. ഏത് രീതിയിൽ കാണണമെന്ന് ഷാഡി പിടിച്ച് സിനിമ കാണാൻ വരരുത്. വരയൊന്നിനെ കാണാം. പ്രൊഡ്യൂസറാണ്. കഴിഞ്ഞ ദിവസം ഉർവശി പുതിയ മൂവി നിർമ്മാണത്തിലേക്ക് കിടന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹസത്തിന് മുതിരണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സീനിയറായിട്ടുള്ള ഒരു ആക്ട്രസിനോടും അതുപോലെ സിനിമ കണ്ട് പരിചയമുള്ള ആളാണല്ലോ. അപ്പൊ അവരോട് പോലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ സിനിമ നിർമ്മിക്കുന്നതിനും തുടക്കകാലത്ത് ആരെങ്കിലും സംസാരിച്ചിരുന്നോ? നമുക്കറിയാലോ, ഇതൊരു സിനിമ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പലരും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലായിക്കൊന്നുമില്ല. പിന്നെ നമുക്ക് എന്നാലും വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അനിയനും ഞാനും ഇരിക്കുന്ന ജിതേഷ് മണിക്കരും 3 ആൾ കൂടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ ഒരു സിനിമ എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു, ജിതേഷ് പറഞ്ഞു. അതുതന്നെയായിരുന്നു, നമുക്കൊരു സിനിമ എടുക്കണം, കളരിക്കൽ ഫിലിംസ് എന്ന ഒരു ബാനറിൽ ഒരു സിനിമ എടുക്കണം. സിനിമ എടുക്കണം എന്ന് മാത്രമല്ല, അത് ശ്രദ്ധിക്കപ്പെടണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് എല്ലാവരും അറിയുന്ന. നമുക്കറിയാമല്ലോ, സിനിമ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു കൊമേഴ്ഷ്യൽ മൂവികളൊക്കെ എടുക്കാം, അല്ലെങ്കിൽ കോമഡി സബ്ജക്റ്റ് എടുക്കാം, മറ്റുള്ള രീതികളൊക്കെ എടുക്കാം. പല തിരക്കഥകളും വായിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഒരു തിരക്കഥ കിട്ടിയപ്പോൾ, ഇങ്ങനൊരു കഥ കിട്ടിയപ്പോൾ, നമ്മളതിൽ പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു പശ്ചാത്തലവും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്നതായിട്ടുള്ള ആ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ഭീകരത, അത് മറ്റുള്ളവർക്ക് നമുക്കൊക്കെ, എനിക്ക് പോലും പറഞ്ഞ പോലെ അങ്ങനെ ചെറുപ്പത്തിലൊരു ബുദ്ധിമുട്ടുകൾ അഭിനയിക്കാൻ ആവശ്യം അങ്ങനെ വന്നിട്ടില്ല, ഒരു പട്ടിണിയോ അല്ലെങ്കിൽ പക്ഷേ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ശരിക്കും ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ അതിലെ ഈ പട്ടിണിയും അന്നത്തെ ആളുകളുടെ ആ ഒരു എന്താ പറയുക, അതിനെ ആ പട്ടിണിയെ മറികടക്കാൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. സിനിമ എടുക്കാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ പൂർവശി ചേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു, കാരണം എന്തിനാണ് ഈ ഒരു സാഹസത്തിന്, അതങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പൊള്ളുന്ന ഒരു സംഭവമാണല്ലോ, അപ്പോൾ നിങ്ങൾ എന്തിനാണ് അതിലേക്ക് ഇറങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവരോട് ഉത്തരം പറയാനുള്ള എന്താ വെച്ചാൽ, അതങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങളുടെ 3 ആളുടെ മനസ്സിൽ വന്നു. അത് നടപ്പിലാക്കണം എന്നുള്ള ഒരു നല്ലൊരു എന്താ പറയുക, നമുക്ക് അത് നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കുറച്ച് ശക്തിയായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു, ചെയ്തു. ഇനിയും എന്താ പറയുക, ഇനിയൊരു സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്, ഇല്ലായിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പേടിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കില്ല എന്നല്ല കേട്ടോ, പക്ഷേ നല്ല രീതിയിൽ നമുക്ക് ഇനിയും സിനിമകൾ നിർമ്മിച്ച് ഈ കളരിക്കൽ ഫിലിംസ് ഇനി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം. നമസ്കാരം. ഇവിടെ ഉണ്ടാവും, തിയേറ്ററുകളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ തിയേറ്റർ കിട്ടാത്തൊരു വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വലിയ പടങ്ങൾക്കൊക്കെ വഴിമാറി കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജൂലൈ 18 എന്നുള്ള ഒരു തീയതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും അതിൻ്റെ ഇടയിൽ വലിയ പടങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല, പക്ഷേ 18 എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ആ ദിവസം തന്നെ റിലീസാക്കണം എന്നാണ് ആഗ്രഹം. എന്തോ